Good afternoon. Okay. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഹോസ്പിറ്റലില് ഓഡിറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്താണ് വേറൊന്നുമില്ല, അവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് കണക്കും കാര്യങ്ങളും, അതായത് ഹോസ്പിറ്റലില് പേഷ്യൻസിന് കൊടുക്കുന്ന സേഫ്റ്റി, അതിന്റെ ക്വാളിറ്റി എല്ലാനും അസസ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു കാര്യമാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഡെഫിനിഷൻ ആയിട്ട് രണ്ട് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ പറഞ്ഞത് അല്ലെ? ഡെഫിനിഷൻ ആ ഒരു പാരഗ്രാഫ് നമ്മൾ നോക്കിയത്. എന്താ ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ദ ഡേറ്റ, documents and resources to inspect the performance of system if meets specified standards. എന്താ സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ? ഒരു നിർദ്ദിഷ്ട സ്റ്റാൻഡേർഡുകൾ ആ ഹോസ്പിറ്റലിന്റെ ഒരു നിർദ്ദിഷ്ട സ്റ്റാൻഡേർഡുകൾ പാലിക്കുന്നുണ്ടോ എന്ന് സിസ്റ്റങ്ങളുടെ പെർഫോമൻസ് പരിശോധിക്കുന്നതിനുള്ള ഡേറ്റ, ഡോക്യുമെന്റ്സ്, റിസോഴ്സുകൾ എന്നിവയുടെ ഒരു അസസ്മെന്റ് ആണ് ഏത് ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഓഡിറ്റ് ഇൻ ഹെൽത്ത് കെയർ ഈസ് ഓഡിറ്റ്. In healthcare is a process. എന്ന് പറഞ്ഞാൽ ഓഡിറ്റ്. In healthcare, audit is a process used by the healthcare professional. Healthcare professionals ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ് ഓഡിറ്റ്. എന്തിനു വേണ്ടി? To estimate. എസ്റ്റിമേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എസ്റ്റിമേറ്റ് ചെയ്യാം, കണക്കാക്കുക അല്ലെ? ഇവാലുവേറ്റ് and refine, അത് ശുദ്ധീകരിക്കുക, കണക്കാക്കുക, വിലയിരുത്തുക അല്ലെ? ഇവാലുവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വിലയിരുത്തുക, ശുദ്ധീകരിക്കുക, എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്കുകൂട്ടുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ്. എന്നൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ട? refine the care of patient in a systematic way. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ അത് എസ്റ്റിമേറ്റ് ചെയ്യുക, അത് കണക്ക് കൂട്ടാൻ, അത് ഇവാലുവേറ്റ് ചെയ്യാൻ, അത് ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഹെൽത്ത് പ്രൊഫഷണൽസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത്. ഒരു ഹെൽത്ത് കെയർ, നമ്മുടെ ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയില് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് പേഷ്യൻസിന് കൊടുക്കുന്ന ആ കെയർ, ആ പരിചരണം, അത് കണക്കാക്കാനായിട്ട്, അതിനെ വിലയിരുത്താനായിട്ട്, അതിനെ ശുദ്ധീകരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ആണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓഡിറ്റ് കാൽക്കുലേറ്റ് കറന്റ് പ്രാക്ടീസ് against a defined desired standard. It belong to clinical governance. Clinical governance ഒരു അപ്രോച്ച് ആണ് കേട്ടോ. Clinical governance which aims at safeguarding a high quality of clinical care for the patients. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഓഡിറ്റിന്റെ എയിം എന്താ? safeguarding the high quality of clinical care for patient. പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു നല്ല ഗുണനിലവാരമുള്ള ക്ലിനിക്കൽ കെയർ അതിനെ സംരക്ഷിക്കുക, അതാണ് ഓഡിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മൾ ഓഡിറ്റ് കാൽക്കുലേറ്റ് കറന്റ് പ്രാക്ടീസസ് against the defined standards. എന്താ പറഞ്ഞേക്കുന്നത്? നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങള്, അവിടെ നിശ്ചയിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് അവിടുത്തെ നിലവിലുള്ള പറയാം. അതായത് ഒന്നാമത്തെ സെന്റൻസിൽ പറഞ്ഞത് എന്താണ്? ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. ആരുപയോഗിക്കുന്നത്? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് ആണ്. എന്തിനു വേണ്ടി ചെയ്യുന്നതാ? എസ്റ്റിമേറ്റ് ചെയ്യുക, കണക്ക് കൂട്ടുക, ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക, റിഫൈൻ ചെയ്യുക, ശുദ്ധീകരിക്കുക. എന്തെന്നാ? പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, ആ ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ശുദ്ധീകരിക്കാനായിട്ട്, അതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് ഏത്? ഓഡിറ്റ്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. ഇനി അടുത്ത് നോക്കിയേ, ഓഡിറ്റ് കാൽക്കുലേറ്റ് കറന്റ് പ്രാക്ടീസസ് against a defined or desired standard. അതായത് അവിടെ ആ ഹോസ്പിറ്റലില് ഒരു നിശ്ചയിച്ചിട്ടുള്ള
രീതിയിലുള്ള മാനദണ്ഡങ്ങള് അതനുസരിച്ചിട്ട് അവിടുത്തെ രീതികളെല്ലാം നടത്തുന്നത് അത് അങ്ങനെയാണോ നടത്തുന്നത് എന്ന് നമുക്ക് ഓഡിറ്റിലൂടെ കണക്കാക്കാൻ കഴിയും. അതാണ് കറണ്ട് പ്രാക്ടീസ്. ഇപ്പൊ നമ്മള് എന്താണ് ഹോസ്പിറ്റലിലെ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് തന്നെയാണോ അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഓഡിറ്റിലൂടെ കഴിയും. അതാണ് പറഞ്ഞേക്കുന്നത്. എയിം എന്താ? ആ സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ട് ലാസ്റ്റ് സെന്റൻസ് എന്നൊക്കെ ക്ലിനിക്കൽ ഗവേണൻസ് എന്ന് പറഞ്ഞൊരു അപ്രോച്ചാണ് കേട്ടോ. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പേഷ്യൻസിന് നല്ലൊരു ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു എന്താണ് ഒരു സുരക്ഷ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കെയർ, ഒരു പരിചരണം, ക്ലിനിക്കൽ പരിചരണം പേഷ്യൻസിന് കൊടുക്കുന്നത് അത് നല്ല ക്വാളിറ്റിയിലാണ്. അതിനെ സംരക്ഷിക്കുക, അതാണ് ഓഡിറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മൾ പറയില്ലേ ഇടയ്ക്കിടയ്ക്ക് കണക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർക്ക് എന്താ കണക്ക് ഒക്കെ ഓക്കെ ആവണ്ടേ അല്ലെ? അതാണോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഓഡിറ്റില്ല കണക്കില്ല ഒന്നും ഇല്ലെങ്കിൽ അവർക്കൊരു തോന്നിയാസം ഇതാവും. ഇതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് നടത്തുമ്പോൾ അവര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അതാ പറഞ്ഞേക്കുന്നേ. ഹൈ ക്വാളിറ്റി ക്ലിനിക്കൽ കെയർ സേഫ് ഗാർഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംരക്ഷിക്കുക. അതാണ് പേഷ്യൻസിന് കൊടുക്കുന്ന നല്ല കെയർ. അത് എപ്പോഴും അങ്ങനെ തന്നെ വേണം. ഒരാഴ്ച അങ്ങനെ കൊടുത്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കാതെ അങ്ങനെയല്ല. ഓഡിറ്റ് കൃത്യമായിട്ട് നടത്തുമ്പോ നമുക്ക് എന്താ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണം അല്ലെ? ആ കണക്കും കാര്യങ്ങളും എല്ലാം കൃത്യമാവണം. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്. അതെന്നും അങ്ങനെ തന്നെ ആവണം. ആ കൊടുക്കുന്ന ക്ലിനിക്കൽ കെയർ, പേഷ്യൻസിന് കൊടുക്കുന്ന ക്ലിനിക്കൽ കെയർ നല്ല ക്വാളിറ്റിയിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്. ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസ് അല്ല വിജയം വച്ചെന്നുള്ളതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നോക്കിയില്ലേ, അവിടെ കുറച്ചും കൂടി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഓഡിറ്റ് നടത്തുന്നത്? ബൈ ഓഡിറ്റ്. എന്തിനാ ഈ ഓഡിറ്റ്? സസ്റ്റെയിൻ ഡേറ്റ ക്വാളിറ്റി. ഡേറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ. സസ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്താം അല്ലേ? നിങ്ങൾ കുടുംബശ്രീയിലെ കണക്കിന്റെ കാര്യമൊക്കെ പറയാമല്ലോ ഓഡിറ്റ് നടത്തണമെന്ന്. ഓഡിറ്റ് ഒന്നും നടത്തില്ലെങ്കിൽ വല്ല കണക്കൊക്കെ എഴുതി വിടൂലേ? കാശിന്റെ ഇതൊക്കെ കൃത്യാവോ? ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് ചെയ്യും, ഓഡിറ്റ് നടത്തും എന്നുള്ളൊരു പേടിയും കൊണ്ടല്ലേ കണക്ക് ആക്യുറേറ്റ് ആക്കി വെക്കണേ അല്ലേ? അത്രേ ഉള്ളൂ സംഭവം. എന്താ? ആ ക്വാളിറ്റി നിലനിർത്താൻ ഓഡിറ്റ് ഇടയ്ക്കിടയ്ക്ക് നടത്തൂലോ എന്ന് വിചാരിച്ച് എന്താ നമ്മൾ കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആക്കി വെക്കും. ഇതാണ് ഡേറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ. ഇനി ഡിഫൈൻ ദ റെപ്യൂട്ടേഷൻ ഓഫ് സ്റ്റാഫ്, ഓർഗനൈസർ ആൻഡ് ഹോസ്പിറ്റൽ. റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രശസ്തി അല്ലേ? ആർക്കിടെയൊക്കെ? സ്റ്റാഫിന്റെ റെപ്യൂട്ടേഷൻ, ഓർഗനൈസർ അത് സംഘാടകരെ, ആൻഡ് ഹോസ്പിറ്റൽ ഇതിന്റെ ഒക്കെ റെപ്യൂട്ടേഷൻ പ്രശസ്തി സംരക്ഷിക്കാനായിട്ട് ഓഡിറ്റിലൂടെ സാധിക്കുന്നു. ഹോസ്പിറ്റലിന്റെ, സ്റ്റാഫിന്റെ, ഓർഗനൈസർ സംഘാടകരുടെ ഒക്കെ പ്രശസ്തി റെപ്യൂട്ടേഷൻ നിലനിർത്താനായിട്ട് ഓഡിറ്റിലൂടെ സാധിക്കും. പിന്നെ നോക്കിയേ, ഡിഫൻഡ് കറന്റ് ആൻഡ് ഫ്യൂച്ചർ ഫണ്ടിങ്. ഇവിടെ നിലവിലുള്ളതും ഈ ഭാവിയിലേക്കുള്ളതുമായിട്ടുള്ള ഫണ്ടിങ്ങിനെ സംരക്ഷിക്കുന്നു. നിലവിലുള്ളതും ഇനി ഭാവിയിലേക്കുള്ളതുമായിട്ടുള്ള ഫണ്ടിങ് കണക്കൊക്കെ കൃത്യമാക്കി ആ ഫണ്ടിങ്ങിനെ സംരക്ഷിക്കുന്നു. അടുത്തത് റിഫൈൻ ക്വാളിറ്റി. ക്വാളിറ്റി ശുദ്ധീകരിക്കുന്നു. ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി ഗുണനിലവാരം ശുദ്ധീകരിക്കുന്നു. റിഫൈൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓഡിറ്റ് നടത്തുമ്പോഴേ അത് അവർ ആ ക്വാളിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആക്കി പോകുന്നു. യൂസ്ഫുൾ ഫോർ ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റ്. ഉണ്ടോ? ഇനി ഇതിന് ഓഡിറ്റ് ചികിത്സാ സംബന്ധമായിട്ടുള്ള പുരോഗതിക്ക് ഓഡിറ്റ് ഉപയോഗപ്രദമാണ്. ക്ലിനിക്കൽ പരമായിട്ടുള്ള മെച്ചപ്പെടുത്തലിന് ഓഡിറ്റ് പ്രയോജനപ്രദമാണ്. അടുത്ത നോക്കിയേ, ഇൻസ്പയർസ് ടീം വർക്ക്. ഇതൊരു ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻസ്പയർ ചെയ്യുക, പ്രചോദിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻസ്പയർസ് ടീം വർക്ക്, ടീം വർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്ത നോക്കി, ഇംപ്രൂവ്സ് പേഷ്യന്റ് കെയർ. രോഗി പരിചരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. പേഷ്യൻസിന് കൊടുക്കുന്ന കെയറെ അത് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇംപ്രൂവ് ചെയ്യാൻ ഓഡിറ്റിലൂടെ സാധിക്കുന്നു. അടുത്തത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ഹോസ്പിറ്റലിന് സാമ്പത്തികപരമായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാവും, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു.
then become necessary for meeting litigation under CPA. CPA എന്താണെന്ന് എഴുതി വെച്ചോട്ടോ. Certified 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 public PUBLIC accounts. Certified public accounts. ഇതിന് വേണ്ടിയാ becoming necessary for meeting litigation under CPA. CPAക്ക് കീഴിലുള്ള നിയമ നടപടികള് അത് പരിഹരിക്കുന്നതിന് ഈ ഓഡിറ്റ് ആവശ്യമാണ്. CPAക്ക് കീഴിലുള്ള ഈ നിയമ നടപടികള് അത് പരിഹരിക്കുന്നതിന് ഈ ഓഡിറ്റ് അത്യാവശ്യമാണ്. ഇത്രയാണ് എന്തിനാണ് ഓഡിറ്റ് എന്നുള്ളത് കേട്ടോ. ഓഡിറ്ററിന്റെ ഇമ്പോർട്ടൻസ് ആണ്, ഓഡിറ്റ് ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ഓഡിറ്റ് ഉപയോഗിക്കുന്നത്. ഡാറ്റയുടെ ക്വാളിറ്റി നിലനിർത്താൻ, സ്റ്റാഫിന്റെ, ഓർഗനൈസറിന്റെ, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ അത് സംരക്ഷിക്കാനായിട്ട്, നിലവിലുള്ളതും ഫ്യൂച്ചറിലേക്കുള്ള ഫണ്ടിങ് അതിനെ സംരക്ഷിക്കാൻ, ക്വാളിറ്റി ശുദ്ധീകരിക്കാനായിട്ട്, ക്ലിനിക്കൽ ഇംപ്രൂവ്മെന്റിന് യൂസ്ഫുൾ ആണ്, ഒരു ടീം വർക്കിനെ അത് പ്രോത്സാഹിപ്പിക്കുന്നു, രോഗി പരിചരണ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, ഫിനാൻഷ്യൽ ഹോസ്പിറ്റലിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു, become necessary for meeting litigation under CPA. CPAക്ക് കീഴിലുള്ള നിയമ നടപടികള് പരിഹരിക്കുന്നതിനും ഈ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? എന്തിനാ പോയിന്റ് അങ്ങനെ തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയേ? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തതാണ് ഈ ഓഡിറ്റ്. നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഓഡിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ളത്. ദെൻ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ വേറെ ഒരു പുറമേ നിന്നുള്ള ഒരു ഏജൻസി ഓഡിറ്റ് നടത്തുന്നത്. അത് നമുക്ക് എടുക്കാം കേട്ടോ. ഓഡിറ്റ് മേ ബി ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ. ഇന്റേണൽ വേറെ ടൈപ്പ് ഉണ്ട്, മെഡിക്കൽ, ക്ലിനിക്കൽ, അങ്ങനെ വേറെ ടൈപ്പ് ഓഡിറ്റുകൾ പറയുന്നുണ്ട്. ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ്? ഇന്റേണൽ ഓഡിറ്റ് ഈസ് independent evaluation to provide guarantee to the organization that its financial and operational controls are adequate. ഒരു ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തിക, അതുപോലെ അവിടുത്തെ പ്രവർത്തന നിയന്ത്രണങ്ങൾ അതിന് ഒരു പര്യാപ്തമാണെന്ന് ഉറപ്പിക്കുന്നതിനുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് അതായത് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഓഡിറ്റ്. അത് നോട്ട് ചെയ്തു കേട്ടോ. ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ്. അപ്പൊ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഓഡിറ്റ് നടത്തുമ്പോ എന്താ? അവർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും അല്ലെ? ഓഡിറ്റ് നടത്തി കഴിയുമ്പോഴല്ലേ ഏതെങ്കിലും ബാക്കിലേക്ക് നിൽക്കുന്ന മേഖലകള് ഇതൊക്കെ ഉണ്ടോന്ന് കണക്കൊക്കെ നോക്കി അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഇന്റേണൽ ഓഡിറ്റിലൂടെ സഹായിക്കുന്നു. ദിസ് procedure conveys organizational policy and procedure proportional to the required compliance demands. ഈ നടപടിക്രമം, ഈ ഒരു പ്രൊസീജിയർ എന്തിനു സഹായിക്കുന്നു? ആ സംഘടനയുടെ, ആ ഓർഗനൈസേഷന്റെ നയങ്ങളെയും അവിടുത്തെ നടപടിക്രമങ്ങളെയും, പോളിസി ആൻഡ് പ്രൊസീജിയർ നയങ്ങളെയും അവിടുത്തെ നടപടിക്രമങ്ങളെയും ആവശ്യമായിട്ടുള്ള പാലനങ്ങൾക്ക് ആനുപാതികമായിട്ട് താരതമ്യം ചെയ്യുന്നു. അത് കറക്റ്റ് ആയിട്ട് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് കംപ്ലൈൻസസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള മീനിങ് ആട്ടോ. അതിന് ആനുപാതികമായിട്ട് നിലനിർത്താൻ അല്ലെ അതിന് താരതമ്യം ചെയ്യുന്നു. അവിടുത്തെ പ്രൊസീജിയർ അത് പോളിസി ഏതിന് പ്രൊപ്പോർഷണൽ ആണ് അതിനനുസരിച്ച് അവർ പാലിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത് അത് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു.
കമ്പയർ ദ ഓർഗനൈസേഷൻ പോളിസി ആൻഡ് procedures ഇതുമായിട്ട് proportional to the required compliances and demands. അല്ലെ, അതായത് ഒരു ഹോസ്പിറ്റലിലെ പോളിസി പ്രൊസീജിയർ അതിനനുസരിച്ച് വേണം അവർ ഫോളോ ചെയ്യാൻ. അത് അവര് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട്, പാലിക്കണം. അപ്പൊ അതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തൊക്കെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ അതായത് ഒരു സ്ഥാപനം ഒരു ഹോസ്പിറ്റല് അതിനുള്ളിൽ തന്നെ നടത്തുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ്. ഇത് ഓർഗനൈസേഷന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രവർത്തനപരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒരു മതിയായ അളവില് കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ്സാണ്. ഹോസ്പിറ്റൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ആൻഡ് ഓപ്പറേഷൻ സാമ്പത്തികപരമായിട്ടുള്ളതും പ്രവർത്തനപരമായിട്ടുള്ള കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ പ്രൊസീജിയർ ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഓഡിറ്റ്. ആ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോളിസി പ്രൊസീജിയർ അല്ലെ, അതാണോ കറക്റ്റ് ആണോ അവിടെ, അത് അവിടുത്തെ ആ ഹോസ്പിറ്റലിന്റെ കംപ്ലൈൻസ് പാലനവുമായി പ്രൊപ്പോർഷണൽ ആണോ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കണേ ആ ബന്ധപ്പെട്ടുള്ള ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള പോളിസി പ്രൊസീജിയറും ആണോ അവിടെ നടപ്പിലാക്കുന്നത് എന്നീ കാര്യങ്ങള് അതിന്റെ പരസ്പരം അതൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് ഈ ഓഡിറ്റിലൂടെ കഴിയും. അതായത് ആ ഹോസ്പിറ്റലിന്റെ ആവശ്യകതകള് അല്ലെ, ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള പോളിസി പ്രൊസീജിയർ ഉണ്ടോ ആണോ, ആ കറക്റ്റ് ആയിട്ടുള്ള പോളിസി പ്രൊസീജിയർ ആണോ, നല്ലൊരു ക്വാളിറ്റി കെയർ കൊടുക്കാനായിട്ട് പേഷ്യന്റിന് കൊടുക്കാനായിട്ട് അതനുസരിച്ചുള്ള പോളിസി പ്രൊസീജിയറുകളും അതാണോ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കമ്പാരിസണിലൂടെ നമുക്ക് മനസ്സിലാക്കാനും ഓഡിറ്റിലൂടെ കഴിയും. ഇന്റേണൽ ഓഡിറ്റ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Dash is an independent evaluation. അത് തന്നെ കാണാൻ പറയാലോ, ഒരു സ്വതന്ത്ര വേറെ ആരുമില്ല, വേറെ ഏജൻസിയോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല, ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഓഡിറ്റ് ആണ്. ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ സ്വതന്ത്രമായ വിലയിരുത്തലാണ് ഇന്റേണൽ ഓഡിറ്റ്. ഡാഷ് ഇട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റൂലേ, Dash is an independent evaluation ഉണ്ടോ, to provide എന്തിനു വേണ്ടി, to guarantee to the organization that is financial and operational controls are adequate. എഴുതാൻ പറ്റൂലേ, ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ വേറെ ഒന്നുമില്ല, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നടത്തുന്ന ഓഡിറ്റ്. ആ ഫസ്റ്റ് സെന്റൻസ് നിങ്ങളവിടെ അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ഡാഷ് ഓഡിറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം അവിടെ ഫസ്റ്റ് സെന്റൻസ്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. External audit. External audits are used to evaluate certain aspects of characteristics of a healthcare providing organization against specific standards. ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിന്റെ സവിശേഷതകളുടെ ചില വശങ്ങള് അത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് അതായത് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബാഹ്യ ഓഡിറ്റുകൾ അതായത് എക്സ്റ്റേണൽ ഓഡിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത്ര ഒന്ന് നോട്ട് ചെയ്തേ, ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ, പുറത്തു നിന്നുള്ളൊരു ഏജൻസിയാണ്, ഏജൻസി വന്നിട്ടാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത്. അവിടെ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ, അവിടെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് അങ്ങനെ ആ സെന്റൻസ് അവിടെ പറഞ്ഞിട്ടില്ല. അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു ഏജൻസി അത് വന്നിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയാണ് ഓഡിറ്റ് നടത്തുന്നത്. അത് എപ്പോഴും ചെയ്യൂല, എപ്പോഴും ഓഡിറ്റിംഗ് നടത്തൂല. അത് വർഷത്തില് ഒരു പ്രാവശ്യം അത് 2 പ്രാവശ്യം അങ്ങനെയൊക്കെയാണ് അവര് ഓഡിറ്റ് നടത്തുന്നത്. ഇനി ആ സെന്റൻസ് നോക്കി അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളില് നടത്തുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഓഡിറ്റ്, ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വിലയിരുത്തലാണ് ഇതിൽ ഇന്റേണൽ, ഉള്ളിലുള്ള തന്നെയാണ്.
ഉള്ളിലുള്ളത് തന്നെയാണ്. അതാണ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് ഇവാലുവേഷൻ. വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സ്വതന്ത്രമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ സ്വതന്ത്രമായിട്ടുള്ള വിലയിരുത്തലാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് ഇന്റേണൽ ഓഡിറ്റ്. എന്നാൽ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താ? പുറത്തു നിന്നുള്ള ഒരു ഏജൻസിയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. അത് എപ്പോഴും ചെയ്യൂല. അത് വർഷത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒക്കെയാണ് ചെയ്യുന്നത്. ഇനി നോക്കി, external audits are used to evaluate certain aspects of characteristics of a healthcare providing organization against a specified standard. ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിന്റെ സവിശേഷതകള്, അതിന്റെ ചില വശങ്ങള് അതിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണോ ചെയ്യുന്നത്, വിലയിരുത്തുന്നത്, അതിനാണ് ഇതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഫസ്റ്റ് സെന്റൻസ്, ഡാഷ് ഓഡിറ്റർ ഇവാലുവേറ്റ് സർട്ടൻ ആസ്പെക്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹെൽത്ത് കെയർ പ്രൊവൈഡിംഗ് ഓർഗനൈസേഷൻ അഗൈൻസ്റ്റ് സ്പെസിഫിക് സ്റ്റാൻഡേർഡ്. അത് നമ്മള് ഹോസ്പിറ്റലിന്റെ ഉള്ളിലല്ല, പുറമേന്നുള്ള ഒരു ഏജൻസി ചെയ്യുന്നതാണെന്ന് നോക്കാം. Accordingly, the implementation of an external audit meets the external standard and the cooperation from beyond the hospital. The hospital പുറത്തുള്ളത് and is distinguished from internal audit. അപ്പൊ എന്താ ഇന്റേണൽ ഓഡിറ്റിൽ നിന്നും ഈ എക്സ്റ്റേണൽ ഓഡിറ്റിന് വ്യത്യസ്തമാക്കുന്നത്? എന്താ? ബാഹ്യ ഓഡിറ്റ് നടപ്പിലാക്കുന്ന ഹോസ്പിറ്റലിന് പുറമേയുള്ള ഏജൻസികളാണ്. അതിന്റെ ആ ഹോസ്പിറ്റലിന് പുറമേയുള്ള നിലവാരവും സ്റ്റാൻഡേർഡും കോർപ്പറേഷനും ആവശ്യമാണ്. Accordingly, the implementation നടപ്പിലാക്കുക of an external audit need, ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് നടപ്പിലാക്കുന്നത് അതിന് എന്ത് വേണം? meets an external standard, ബാഹ്യമായിട്ടുള്ള മാനദണ്ഡങ്ങള്, അതുപോലെ കോർപ്പറേഷൻസ് ഒരു സർക്കാരിലും ആവശ്യമാണ്. അത് ഏതിന് പുറത്ത്? ഹോസ്പിറ്റലിന്റെ പുറത്ത്. കണ്ട, വളഞ്ഞ വഴിയിൽ അവിടെ പറഞ്ഞേക്കുന്നു എന്നുള്ളൂ. ഹോസ്പിറ്റലിന്റെ പുറത്തു നിന്നുള്ള ഒരു മാനദണ്ഡങ്ങളും ഒരു കോർപ്പറേഷനും സഹകരണവും ഈ എക്സ്റ്റേണൽ ഓഡിറ്റിന് ആവശ്യമാണ്. അതാണ് ഈ ഇന്റേണൽ ഓഡിറ്റിൽ നിന്നും എക്സ്റ്റേണൽ ഓഡിറ്റിനെ വേർതിരിക്കുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറയണേ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എവിടെയാ? ആ ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഓഡിറ്റ്. ക്ലിയർ ആയോ? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുന്നതല്ല, ഹോസ്പിറ്റലിന് പുറത്തുള്ള ഏജൻസികള് അല്ലെ, അവര് നടത്തുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യാൻ പറ്റൂല. വേറെ സ്ഥലങ്ങളിൽ നിന്ന് വേറെ സ്ഥാപനങ്ങൾ വന്നാൽ അതൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ട് വർഷത്തിൽ 1 പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒക്കെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഇംപ്ലിമെന്റേഷൻ ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റ് മീൻസ് വേണം external standards and cooperation from beyond the hospital. ഹോസ്പിറ്റലിന് പുറമേ, പുറത്തു നിന്ന് ഉള്ള സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ കോർപ്പറേഷനും ഈ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന് ആവശ്യമാണ്. കണ്ടോ? അതാണ് ഈ ഇന്റേണൽ ഓഡിറ്റിൽ നിന്നും എക്സ്റ്റേണൽ ഓഡിറ്റിനെ വേർതിരിക്കുന്നത്. ഇനി അവിടെ ഓഡിറ്റ്സ്, പലതരത്തിലുള്ള ഓഡിറ്റ്സ് പറയുന്നുണ്ട്. മെഡിക്കൽ ഓഡിറ്റ് ആണ് ഒന്നാമത്. മെഡിക്കൽ ഓഡിറ്റ്. Medical audit is defined as the assessment of medical care. Medical care in retrospect. മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയർ through scrutiny of medical records. മെഡിക്കൽ റെക്കോർഡുകളാണ്. അതാണ് ആ പേര് അങ്ങനെ വന്നേക്കണം. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെഡിക്കൽ റെക്കോർഡുകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ, മെഡിക്കൽ റെക്കോർഡാണ് നോക്കണത്. മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ ഉള്ള ഒരു വിലയിരുത്തലാണ്. മെഡിക്കൽ റെക്കോർഡിലൂടെയുള്ള സൂക്ഷ്മ പരിശോധനയിലൂടെയുള്ള മുൻകാലങ്ങളിലുള്ള ഒരു വിലയിരുത്തലാണ് ഏതെന്ന് പറയുന്നത്? മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഓഡിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ. എവിടത്തെ? in retrospect through scrutiny of medical record. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ, അതായത് മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയർ, അതിന്റെ അസസ്മെന്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. ഇനി
It is a plant analysis program which clearly monitors and evaluates the clinical performance of all practitioners, recorded by qualified professional staff to identify, examine, or verify the performance using accepted criteria. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, it is the plant analysis program. ഇതൊരു plant ആണ്, പ്ലാന്റ് ആസൂത്രിതമായിട്ടുള്ള ഒരു വിലയിരുത്തൽ പ്രോഗ്രാമാണ്. which clearly monitors and evaluates the clinical performance of practitioner. എന്താ നോക്കുന്നത്, ആ പ്രാക്ടീഷണേഴ്സിന്റെ അല്ലെ ഒരു ക്ലിനിക്കൽ പെർഫോമൻസ് ആണ് നോക്കുന്നത്. അതായത് നമുക്കൊരു അക്സെപ്റ്റഡ് ക്രൈറ്റീരിയ, ഒരു അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് അവിടുത്തെ പെർഫോമൻസ് തിരിച്ചറിയുന്നതിനും അത് പരിശോധിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും ആരാ അവിടെ നോക്കുന്നത്, ക്വാളിഫൈഡ് പ്രൊഫഷണൽ സ്റ്റാഫ് ആണ്. കണ്ടോ, അതിന് യോഗ്യതയുള്ള പ്രൊഫഷണൽ സ്റ്റാഫുകള് രേഖപ്പെടുത്തുന്ന എല്ലാ പ്രാക്ടീഷണർമാരുടെ ക്ലിനിക്കൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇവാലുവേറ്റ് ദ ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണർ. അതാണ് മെഡിക്കൽ ഓഡിറ്റ്. അവിടെ എന്താ ഓഡിറ്റ് ചെയ്യുന്നത്? ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണർ. അണ്ടർലൈൻ ചെയ്തിട്ടേ അത്. സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടേ എന്താ പറഞ്ഞേക്കണ അവിടെ? ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞു, മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ഡിഫൈൻഡ് ആസ് ദ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ഇൻ റിട്രോസ്പെക്ട് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് മെഡിക്കൽ റെക്കോർഡ്. അതായത് മെഡിക്കൽ റെക്കോർഡുകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയർ, മുന്നെങ്ങനെയാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്, മുൻകാലങ്ങളിലൂടെയുള്ള മെഡിക്കൽ കെയറിന്റെ ഒരു അസസ്മെന്റ് കണ്ടോ, അതാണ് മെഡിക്കൽ ഓഡിറ്റ്. എന്ത് നോക്കിക്കൊണ്ടാ? മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട്. മനസ്സിലായോ? ആ സെന്റൻസ് മനസ്സിലായോ? മെഡിക്കൽ റെക്കോർഡുകളുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയർ അത് അസസ്മെന്റ് ചെയ്യുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് എ പ്ലാന്റ് അനാലിസിസ് പ്രോഗ്രാം. മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ എന്താ നോക്കുന്നത്? clearly monitor and evaluate the clinical performance of all practitioners. അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കൽ പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ആരാ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? റെക്കോർഡഡ് ബൈ qualified professional staff to identify, examine or verify the performance using accepted criteria. അതായത് അംഗീകൃതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെർഫോമൻസ് തിരിച്ചറിയുന്നതിനും അത് പരിശോധിക്കുന്നതിനും സ്ഥിരീകരിക്കുന്നതിനും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാഫുകള് രേഖപ്പെടുത്തുന്ന എല്ലാ ക്ലിനിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ പെർഫോമൻസ്, അതാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ് ആ സെന്റൻസ്? രണ്ട് കാര്യങ്ങളും മെഡിക്കൽ ഓഡിറ്റ്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് കാണുമ്പോ അറിയാം, മെഡിക്കൽ റെക്കോർഡ് അവർ നോക്കണത്. എന്താ നോക്കണത്? മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷ്മമായും പരിശോധന നടത്തിയിട്ട് മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ആ മെഡിക്കൽ കെയർ കൊടുത്തത് അതിന്റെ അസസ്മെന്റ് ആണ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി അവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ പ്രാക്ടീഷണേഴ്സുമാരുടെ പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ. അതാരാ ചെയ്യുന്നത്? ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാഫ് ആണ്. ഓക്കെ, ഇനി നോക്കിയേ, രണ്ടാമത്തെയാണ് അവിടെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലിനിക്കൽ കെയർ. കണ്ടോ, അവിടെ എന്തിനാണ് നമ്മൾ നോക്കുന്നത്? ക്ലിനിക്കൽ കെയർ ആണ്. clinical care, including that provided by nursing and paramedical staff. Underline ചെയ്തിട്ടേ. Clinical audit covers all the features of clinical care, including that provided by nursing and paramedical staff.
നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്ന ക്ലിനിക്കൽ പരിചരണത്തിന്റെ എല്ലാ സവിശേഷതകളുമാണ് ഏതിൽ വരുന്നത്, ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് ഓഡിറ്റ് കവേഴ്സ് എന്ന് പറഞ്ഞ അങ്ങനെ സെന്റൻസ് ചോദിക്കാം. അണ്ടർലൈൻ ചെയ്തത് ആ സെന്റൻസ്. ഓക്കെ, ക്ലിയർ ആയോ അത്? അപ്പൊ ഈ നമ്മുടെ മെഡിക്കൽ ഓഡിറ്റിൽ എന്താ നോക്കുന്നത്, ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണർ. എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ക്ലിനിക്കൽ പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഇവിടെ എന്താ ക്ലിനിക്കൽ ഓഡിറ്റിൽ എന്താ നോക്കുന്നത്, ക്ലിനിക്കൽ കെയർ. ഓക്കെ, എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് കവേഴ്സ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ക്ലിനിക്കൽ കെയർ. ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളുമാണ് നോക്കുന്നത്. ഇൻക്ലൂഡിങ് ഇത് ഉൾപ്പെടുന്ന പ്രൊവൈഡഡ് ബൈ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ കെയറിന്റെ ഫീച്ചർ ആണ് ഇത് ക്ലിനിക്കൽ ഓഡിറ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? അതായത് ക്ലിനിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ്. ക്ലിയർ ആയി? ആ ഡിഫറൻസ് ഒന്ന് അവിടെ എഴുതി വെച്ചോട്ടോ. അതായത് ക്ലിനിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ കെയറുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അവിടെ നോക്കിയേ, ക്ലിനിക്കൽ ഓഡിറ്റ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ദാറ്റ് ട്രൈസ് ടു ഇവാലുവേറ്റ് ടു എൻഹാൻസ് പേഷ്യന്റ് കെയർ ആൻഡ് ദ എഫക്ട് ത്രൂ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് എ കെയർ ഓഫ് ദ ഹെൽത്ത് കെയർ ടീം അഗൈൻസ്റ്റ് ക്ലിയർ കട്ട് ക്രൈറ്റീരിയ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചേഞ്ചസ്. എന്താ പറഞ്ഞിരിക്കുന്ന ക്ലിനിക്കൽ ഓഡിറ്റ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച്, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഹെൽത്ത് കെയർ ടീമിന്റെ ഒരു വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, ക്ലിയർ കട്ട് ക്രൈറ്റീരിയ എന്നുണ്ടോ, അതായത് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് ഈ ഹെൽത്ത് കെയർ ടീമിന്റെ അവർ കൊടുക്കുന്ന കെയർ അതിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വിശകലനത്തിലൂടെയും അതുപോലെ തന്നെ മാറ്റം നടപ്പിലാക്കുന്നതിലൂടെയും പേഷ്യന്റ് കെയർ അതിന്റെ എഫക്ട്സുകള് ഫലങ്ങള് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇസ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്. ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്, ദാറ്റ് എൻഹാൻസ് ചെയ്യാൻ മെച്ചപ്പെട്ട പേഷ്യന്റ് കെയർ ആൻഡ് എഫക്റ്റുകള് പേഷ്യന്റ് കെയർ എങ്ങനെയാണ്, ത്രൂ സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ദ ഹെൽത്ത് കെയർ ടീം കെയർ അഗൈൻസ്റ്റ് ക്ലിയർ കട്ട് ക്രൈറ്റീരിയ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ചേഞ്ചസ്. വ്യക്തമായ ഒരു മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ട് ഹെൽത്ത് കെയർ ടീമിന്റെ അവർ കൊടുക്കുന്ന ഒരു പരിചരണത്തിന്റെ ഒരു സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ്. അതിലൂടെയും അതിനെ മാറ്റം വരുത്തുന്നതിലൂടെയും പേഷ്യന്റ് കെയർ എഫർട്ട്, അവരുടെ എഫർട്ട് ആ ഒരു എഫക്റ്റുകളുടെ ഫലങ്ങള് മെച്ചപ്പെടുത്താൻ വേണ്ടി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഇവാലുവേഷൻ പ്രോസസ് ആണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ് ദാറ്റ് ട്രൈ ടു അങ്ങനെ പറഞ്ഞു തരാം. അത് ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പൊ രണ്ട് സെന്റൻസ് തന്നാലും ക്ലിനിക്കൽ ഓഡിറ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് മൂന്നാമത്തെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. Okay, organizational audit means the investigation of practices like appointment system, policy, practice, standards, which are considered as primarily administrative function. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഓർഗനൈസേഷന്റെ രീതികള്, ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്താ, ഒരു സ്ഥാപനം, ഇപ്പൊ ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷന്റെ രീതികള്, അവിടുത്തെ നടപടികള്, അത് പരിചയപ്പെട്ട നയങ്ങള് എന്നിവ പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ്
ഇൻവെസ്റ്റിഗേഷൻ ആണ് ഓഫ് പ്രാക്ടീസസ് ലൈക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, പോളിസി, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ് which are considered as a primarily administrative function. പ്രാഥമികമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായി കണക്കാക്കപ്പെടുന്ന നിയമപരമായിട്ടുള്ള സിസ്റ്റം, സംവിധാനങ്ങള്, പോളിസികള്, രീതികള്, നയങ്ങള്, മാനദണ്ഡങ്ങൾ തുടങ്ങിയതിന്റെ ഒരു അന്വേഷണമാണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. അത് എന്താണ്, സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ, ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ സുപ്രധാനമായി കണക്കാക്കുന്നതിന്, വിവിധ മേഖലകളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ്. ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്, ഒരു ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ, അതിന്റെ പ്രവർത്തനത്തിന് സുപ്രധാനമായി കണക്കാക്കുന്ന വിവിധ തരത്തിലുള്ള മേഖലകള്, വിവിധ ഏരിയകളെ വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റ് ആണ് ഓർഗനൈസേഷൻ ഓഡിറ്റ്. ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓഡിറ്റ്, അതാണ് ഓർഗനൈസേഷൻ ഓഡിറ്റ്. അത് ആ സെന്റൻസ് അത് തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഈ ഒരു സെന്റൻസ് തന്നാൽ ഏതാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അസസ്മെന്റ് ഓഫ് ദ എന്താണ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയറിന്റെ അസസ്മെന്റ് എങ്ങനെയാണ്, മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട്, മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചുകൊണ്ട്, ആ മെഡിക്കൽ ഓഡിറ്റിന്റെ പേര് കേൾക്കുമ്പോൾ അറിയാം, അവിടെ എന്താ, മെഡിക്കൽ റെക്കോർഡ് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയറിന്റെ അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ ആണ് മെഡിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് ആണോ, എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് ക്ലിനിക്കൽ കെയറിന്റെ ഓഡിറ്റ്. അതന്നെ, അതേതാ, ആര് കൊടുക്കുന്നത്, ദാറ്റ് പ്രൊവൈഡഡ് ബൈ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ്. നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ക്ലിനിക്കൽ കെയറിന്റെ എല്ലാ സവിശേഷതകളും കവർ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഇസ് എ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോസസ്. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി ഓർഗനൈസേഷൻ ഓഡിറ്റ് ആകുമ്പോഴോ, ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനം അല്ലേ, അതിന് ഒരു ഓർഗനൈസേഷൻ നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സുപ്രധാനമായ പ്രവർത്തനമായി കണക്കാക്കപ്പെടുന്ന വിവിധ മേഖലകളിലെ അതിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്. അവിടെ ഡാഷ് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഏത് ഓഡിറ്റിലാ വന്നേന്നുള്ളത് അണ്ടർലൈൻ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 3 എണ്ണം ഇന്റേണലും എക്സ്റ്റേണലും പറഞ്ഞു, അത് കൂടാതെ നമ്മൾ പറഞ്ഞതാണ് ഇത്. ഓക്കെ, ക്ലിയർ ആയില്ലേ 3 കാര്യങ്ങളും? ഇനി നമ്മള് ഓക്കെ ആണോ? നിങ്ങക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞത്? ഒന്നവിടെ പറയണോ ഇനി ആർക്കെങ്കിലും? ഒന്നും കാണാനില്ലല്ലോ, മെസ്സേജോ തണുപ്പോ ഇതൊന്നും വന്നില്ലല്ലോ നിങ്ങളുടെ അടുത്തുനിന്ന്. ഓക്കെ ആണ്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? ഇത് 3 എണ്ണം നമുക്ക് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാ ഒന്നവിടെ പറയാം ഞാനേ. അതായത് മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ നോക്കുന്നത്, മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കും. ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെക്കോർഡുകൾ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് മുൻകാലങ്ങളിലുള്ള മെഡിക്കൽ കെയർ എങ്ങനെയാണ് മുന്നേ മെഡിക്കൽ കെയർ കൊടുത്തത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അസസ്മെന്റ് ആണ്. അതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, അസസ്മെന്റ് ഓഫ് മെഡിക്കൽ കെയർ. അതാണ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി അത് ആരാ നടത്തുന്നതെന്ന് പറഞ്ഞേ, ആരാണ് നമ്മൾ നടത്തുന്നത്? ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആണ്. അതിന് വേണ്ടപ്പെട്ട യോഗ്യതയുള്ള പ്രൊഫഷണൽ സ്റ്റാഫാണ് നടത്തുന്നത്. എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നു? ഇവാലുവേറ്റ് ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണർ. എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും ക്ലിനിക്കൽ പെർഫോമൻസ് ആണ് നോക്കുന്നത് കേട്ടോ. എല്ലാ പ്രാക്ടീഷണേഴ്സിന്റെയും ക്ലിനിക്കൽ പെർഫോമൻസ് ആണ് നോക്കുന്നത്. ഇനി ഇവിടെയോ ക്ലിനിക്കൽ ഓഡിറ്റിൽ എന്താണ്? അത് എല്ലാ ക്ലിനിക്കൽ ഏരിയയുടെ ഫീച്ചേഴ്സ് ആണ് നോക്കുന്നത്. മറ്റേത് മെഡിക്കൽ റെക്കോർഡ് നമ്മൾ നോക്കിയിട്ടാണ്. ഇത് ക്ലിനിക്കൽ ഏരിയയുടെ ഒക്കെ ഫീച്ചേഴ്സ് ആണ്. ഇനി ആര് കൊടുക്കുന്നതാ? നഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫ് പ്രൊവൈഡ് ചെയ്യുന്ന
ഈ ക്ലിനിക്കൽ കെയറിന്റെ ഫീച്ചേഴ്സ് അതാണ് ക്ലിനിക്കൽ ഓഡിറ്റിൽ നോക്കുന്നത്. ഇനി ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞാലേ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റല് അതിന്റെ പ്രവർത്തനത്തിൽ നടത്താൻ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അല്ലെ? അതിന്റെ കാര്യങ്ങൾ ആ ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് സുപ്രധാനമായി കണക്കാക്കപ്പെടുന്ന പല മേഖലകളുണ്ട്. ഓർഗനൈസേഷന്റെ പല മേഖലകളുണ്ട് അല്ലെ? ആ പല മേഖലകളെ വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റാണ്. അതാ പറഞ്ഞേക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഓഫ് പ്രാക്ടീസസ് ലൈക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അത് പല ഏരിയനെ നോക്കണേ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, അവിടുത്തെ പോളിസി, പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ് which are considered as a primary administrative functions. ഒരു ഓർഗനൈസേഷന്റെ നടപടികള്, അവിടെ പ്രവർത്തനങ്ങള് ഇതൊക്കെ പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടിക്രമമാണ് ഓർഗനൈസേഷൻ ഓഡിറ്റ്. ഇപ്പൊ ക്ലിയർ ആയോ? അതായത് ഓർഗനൈസേഷന് പല ഏരിയകള് ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് സുപ്രധാനമായി കാണുന്ന പല ഏരിയകളെയാണ് അവിടെ ഓഫീസ് ചെയ്യുന്നത്. അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, കറക്റ്റ് ആണോ? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ്, അവിടുത്തെ പോളിസികൾ എങ്ങനെയാണ്, പ്രാക്ടീസ്, സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാമാണ് അസസ് ചെയ്യുന്നത് കേട്ടോ. പ്രാഥമികമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഭരണപരമായ പ്രവർത്തനങ്ങൾക്കായി കണക്കാക്കപ്പെടുന്ന സംവിധാനങ്ങള്, അവിടുത്തെ നയങ്ങള്, രീതികള്, മാനദണ്ഡങ്ങള് തുടങ്ങിയതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഓർഗനൈസേഷൻ ഓഡിറ്റ്. ഇനി മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്, ഓഡിറ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകള്, ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരിട്ട് ഒബ്സർവ് ചെയ്യും. എന്തൊക്കെയാണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്? നോട്ട് ചെയ്തോ കേട്ടോ. ഒരു ഓഡിറ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്, ഓഡിറ്റ് ചെയ്യാൻ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്തൊക്കെ മെത്തേഡാ നിങ്ങൾ ഉപയോഗിച്ചേ. ഇവിടെ എന്തൊക്കെ മെത്തേഡാ പറഞ്ഞേക്കുന്നത്? ഡയറക്റ്റ് ഒബ്സർവേഷൻ, നേരെ കണ്ണുകൊണ്ട് നോക്കും, അതല്ലേ? എന്താണ്? നേരിട്ടുള്ള നിരീക്ഷണത്തിലൂടെ നമുക്ക് ഓഡിറ്റ് ചെയ്യാം. ഓരോ പ്രൊഫഷണൽസും നേരിട്ട് ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങള് അത് അവർക്ക് നോട്ട് ചെയ്യാം. അടുത്തതാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഓഡിറ്റ് നടത്താം. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പെർഫോമൻസ് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ്, ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ്സ്, ഡോക്യുമെന്റുകൾ നോക്കാം അല്ലെ? അല്ലെങ്കിൽ നമ്മളിപ്പോ മെഡിക്കൽ റെക്കോർഡിന്റെ ഒക്കെ കാര്യമല്ലേ, റെക്കോർഡുകൾ പരിശോധിക്കാം, അങ്ങനെ ഓഡിറ്റ് നടത്താം. പിന്നെ ക്വസ്റ്റ്യനേഴ്സ് ആയിട്ട്, ചോദ്യാവലികളായിട്ട് അല്ലെ, ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ആൻസർ കിട്ടിയ അങ്ങനെ കണക്ക് കാര്യങ്ങൾ ഇതാണോ എന്ന് നമുക്ക് അങ്ങനെ നോക്കാം. അടുത്തത് ഇന്റർവ്യൂസ് നടത്താം, അഭിമുഖങ്ങൾ നടത്താം. അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്. പിന്നെ ക്ലിനിക്കൽ കെയർ കേസ് റിവ്യൂ, ക്ലിനിക്കൽ കേസ് റിവ്യൂ എന്ന് വെച്ചാൽ ഒരു അവലോകനം നടത്തുക. നമുക്ക് ഒരു ക്ലിനിക്കൽ കേസുകൾ അവലോകനം നടത്തിയിട്ട് റിവ്യൂ ചെയ്തിട്ട് അതിലൂടെയും നമുക്ക് ഓഡിറ്റ് നടത്താൻ പറ്റും. ഓക്കെ, ക്ലിനിക്കൽ കേസ് റിവ്യൂ, ക്ലിനിക്കൽ കേസുകൾ റിവ്യൂ നടത്താൻ വെച്ചാൽ അവലോകനം നടത്തണം. അവലോകനം നടത്തിയിട്ടും നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും മെത്തേഡാണ് ഓഡിറ്റിൽ ഉപയോഗിക്കുന്നത്. ഡയറക്റ്റ് ഒബ്സർവേഷൻ നടത്താം, ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഓഡിറ്റ് നടത്താം, ഡോക്യുമെന്റേഷൻ റെക്കോർഡുകൾ പരിശോധിച്ച് ഓഡിറ്റ് നടത്താം, ക്വസ്റ്റ്യനേഴ്സ് ആയിട്ട് ഓഡിറ്റ് നടത്താം, ഇന്റർവ്യൂ ആയിട്ട് ഓഡിറ്റ് നടത്താം, ക്ലിനിക്കൽ കേസുകൾ റിവ്യൂ, അതിന്റെ ഒരു അവലോകനം നടത്തിയിട്ട് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ വിവിധ ഏരിയകൾ, ആ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിവിധ ഏരിയകളുടെ ഓഡിറ്റ്, അതാണ് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മള് മെഡിക്കൽ ഓഡിറ്റില് മെഡിക്കൽ റെക്കോർഡ് പരിശോധിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഏതാണ് ഡോക്ടർമാരുടെ കാര്യങ്ങളാണ് അതിനകത്ത് നോക്കുന്നത്. ക്ലിനിക്കൽ പെർഫോമൻസ് ഓഫ് ഓൾ പ്രാക്ടീഷണേഴ്സ് ആണ് കേട്ടോ. എല്ലാ പ്രാക്ടീഷണേഴ്സും ഡോക്ടർമാർ ചെയ്യുന്ന കാര്യങ്ങളിൽ അതാണ് അവർ ആ ഈ ഒരു മെഡിക്കൽ ഓഡിറ്റിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ഡയഗ്നോസിസ് ആയിക്കോട്ടെ തുടങ്ങിയ ക്ലിനിക്കൽ തീരുമാനങ്ങൾ പോലുള്ള ഡോക്ടർമാർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണേഴ്സ്
പ്രാക്ടീഷണർമാർ ചെയ്യുന്ന ഡോക്ടർമാർ ചെയ്യുന്ന കാര്യങ്ങളിലാണ് മെഡിക്കൽ ഓഡിറ്റ് എന്ത് ചെയ്തേക്കുന്നത് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ക്ലിനിക്കൽ ഓഡിറ്റിലാണെങ്കിലോ ഒരു സൊസൈറ്റിയിൽ സോഷ്യാലിറ്റിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ടീമിനെയുമാണ് എന്താണ് നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്റ്റാഫ് തുടങ്ങിയ മുഴുവൻ ഒരു ടീമിനെയും അവർ കൊടുക്കുന്ന ക്ലിനിക്കൽ കെയറിന്റെ സവിശേഷതകൾ ഓഡിറ്റ് ചെയ്യുന്നു. അതാണ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, അപ്പൊ മെത്തേഡ് കൂടി നോക്കി വെച്ചോട്ടോ, അത് ചോദിക്കാറുണ്ട്. ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകള് ഏതൊക്കെയാണ്? ഓക്കെ, ഇനി അടുത്തത് വരുന്നേക്കുന്നത് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. പലതരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്. അതിനകത്താണ് കൺകറന്റ് ഓഡിറ്റ്. ഒന്നാമത്തേതാ കൺകറന്റ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ സമയം അല്ലെങ്കിൽ സമീപകാലത്ത് കൺകറന്റ് ഓഡിറ്റ് ഒരേ സമയം ചെയ്യുന്നത് അല്ലെങ്കിൽ സമീപകാലത്തായിട്ട് ചെയ്യുന്നത്. ഓക്കെ, കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് സ്പീഡ്. എന്താ പറഞ്ഞേക്കുന്നത്? ആ സ്പീഡ് എന്നുള്ളതാണോ? അതൊക്കെ ടേക്കിംഗ് സ്പീഡ് അല്ല കേട്ടോ, അവിടെ പ്ലേസ് എന്നാണ് കേട്ടോ, ടേക്കിംഗ് പ്ലേസ് എന്നാണ്. കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്, അതാണ് കറക്റ്റ്. അതായത് നമ്മൾ എന്താണെന്നറിയോ, കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ ആ കെയർ കൊടുക്കൂലേ, ആ പരിചരണം കൊടുക്കുന്ന ആ സമയത്ത് തന്നെ വിലയിരുത്തുന്ന ഓഡിറ്റ്. അതേസമയം ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയം തന്നെ ചെയ്യുന്ന ഓഡിറ്റ്. ആ കെയർ കൊടുക്കുന്ന ആ പരിചരണം നടക്കുന്ന സമയത്ത് തന്നെ അത് വിലയിരുത്തപ്പെടുന്നു. അതാണ് കൺകറന്റ് ഓഡിറ്റ്. ഒന്ന് നോക്കി വെച്ചോട്ടോ, ഇതൊന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തു. സമീപകാലത്ത്, അതായത് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. ക്ലിയർ ആയോ? അതായത് പരിചരണം നടത്തുന്ന ആ സമയത്ത് തന്നെ ചെയ്യുന്ന ഓഡിറ്റ്, കൺകറന്റ് ഓഡിറ്റ്. അപ്പോ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, റിട്രോസ്പെക്റ്റീവ് എന്താ? ഭൂതകാലം, പഴയതാണ് അല്ലെ, കഴിഞ്ഞ കാലത്തെ അവലോകനാണ് റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ ദ റെക്കോർഡ്. റെക്കോർഡുകളിലൂടെ, അതായത് റെക്കോർഡുകളിലൂടെ മെഡിക്കൽ കെയർ പൂർത്തിയാക്കിയതിനു ശേഷം നടക്കുന്ന ഓഡിറ്റ്. പണ്ടുള്ള റെക്കോർഡ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കണ്ടോ, അതാണ് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ളത് care is rated after it has been completed through records. റെക്കോർഡുകളിലൂടെ മെഡിക്കൽ കെയർ പൂർത്തിയാക്കിയ ശേഷമാണ് എന്ത് ചെയ്തത്? കെയർ റേറ്റിംഗ് ഓഡിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞു പോയതാ നോക്കുന്നത്. റെക്കോർഡുകൾ, പഴയ റെക്കോർഡുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ അത് വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കണ്ടോ, അതായത് നമുക്ക് ആ ഇപ്പൊ നമ്മൾ പരിചരണം കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ നടത്തപ്പെടുന്ന ഓഡിറ്റ്. രണ്ട് ടൈപ്പ് വേറൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അതായത് ഇവിടെ ഒന്നാമത്തെ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. അതായത് ആ പരിചരണം കെയർ നടത്തുന്ന സമയത്ത് തന്നെ ചെയ്യുന്ന, അത് വിലയിരുത്തും. ആ കെയർ കൊടുക്കുന്ന, മെഡിക്കൽ കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ കാര്യം കേട്ടോ, ഈ ഒരേ സമയം ആ കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു. ഓക്കെ, പരിചരണം നടത്തുന്ന സമയത്ത് അത് വിലയിരുത്തപ്പെടുന്നു. കൺകറന്റ് ഓഡിറ്റ്. എന്നാൽ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താ പറയുന്നത്? മെഡിക്കൽ കെയർ കൊടുത്തു കഴിഞ്ഞു അവർക്ക്, അതിനുശേഷം എന്ത് ചെയ്യുന്നു? പണ്ടത്തെ റെക്കോർഡുകൾ പരിശോധിച്ച് എങ്ങനെയുള്ള കെയർ ആണ് കൊടുത്തത് അത് ഓഡിറ്റ് ചെയ്യും. ക്ലിയർ ആവുന്നില്ല? നിങ്ങൾക്ക് പറയണത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഓഡിറ്റ്? അതാണ് വീണ്ടും വീണ്ടും ഞാൻ അത് തന്നെ പറയണേ കേട്ടോ, നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് തറാവാൻ വേണ്ടിയിട്ടാണ്. കൺകറന്റ് എന്ന് പറഞ്ഞേണ്ട ഇപ്പത്തെ കാര്യം, അത് ഒരേ സമയം ഇപ്പൊ ചെയ്യുന്നതാ. അതെങ്ങനെയാ? നമ്മൾ ഈ കെയർ കൊടുക്കുന്ന സമയം, മെഡിക്കൽ കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് വിലയിരുത്തും. അത് എഴുതിയൊന്ന് വെച്ചേനെ വേണമെങ്കിൽ. മെഡിക്കൽ കെയർ കൊടുക്കുന്ന സമയത്ത് തന്നെ അത് വിലയിരുത്തപ്പെടുന്നു, ഓഡിറ്റ് ചെയ്യുന്നു.
എന്നാൽ റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താ? മെഡിക്കൽ കെയർ കൊടുത്തു കഴിഞ്ഞു അവര്, അത് കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുമെന്ന് അറിയോ? പണ്ടത്തെ റെക്കോർഡില്ലേ, ആ റെക്കോർഡുകൾ പരിശോധിച്ചിട്ട് അന്ന് എങ്ങനെയുള്ള കെയർ ആണ് കൊടുത്തത് എന്നൊക്കെ ഓഡിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. ഇനി അടുത്തത് പർപ്പസ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റിട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. ഇനി പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്? പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഇൻഫർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. Planning the future course of action, it is needful to obtain baseline information through assessment of achievement. അതായത് നമ്മുടെ അച്ചീവ്മെന്റ്, നമ്മുടെ നേട്ടം, അച്ചീവ്മെന്റിന്റെ നമുക്ക് നേടിയിട്ടുള്ള നമ്മുടെ നേട്ടം, അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങളുടെ ഒരു വിലയിരുത്തലൂടെ അടിസ്ഥാനപരമായ വിവരങ്ങൾ നേടേണ്ടത് അത്യാവശ്യമായിരിക്കുന്നതിനാൽ നമ്മൾ ഭാവി പ്രവർത്തനം ആസൂത്രണം ചെയ്യാനായിട്ട് അതായത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ ഒരു നമ്മുടെ പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാം. അതെങ്ങനെയാ? ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ്ലൈൻ ഇൻഫർമേഷൻ ത്രൂ ദ അസസ്മെന്റ് ഓഫ് ദ അച്ചീവ്മെന്റ്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ നേട്ടം എങ്ങനെയാണ് കണ്ടോ? നേട്ടങ്ങളുടെ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ നേട്ടങ്ങൾ വിലയിരുത്തും. നേട്ടങ്ങളുടെ വിലയിരുത്തലൂടെ ഒരു ബേസ് ലൈൻ, അടിസ്ഥാന വിവരങ്ങൾ നേടേണ്ടത് ആവശ്യമായിരിക്കുന്നതിനാൽ നമ്മുടെ ആ ഒരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നു. ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവിയിലുള്ള കാര്യങ്ങള്, ഭാവി പ്രവർത്തന അത് ആസൂത്രണം ചെയ്യാനായിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കും. അടുത്തതാണ് ഫോർ കമ്പാരിസൺ പർപ്പസ്. കമ്പയർ ചെയ്യാനായിട്ട് വിത്ത് ദ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. സർവീസ് മെച്ചപ്പെടുത്തുക, നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസ് അത് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു കമ്പാരിസൺ പർപ്പസ് ആയിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നു. കമ്പാരിസൺ പർപ്പസ് വിത്ത് വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്. എന്ത് വ്യൂ ചെയ്തിട്ടാ? സർവീസ് ഇംപ്രൂവ് ചെയ്യുന്നത് അല്ലെ? അതായത് നമുക്ക് ആ സർവീസ് മെച്ചപ്പെടുത്തുക എന്നൊരു വ്യൂ, ആ ഒരു കാഴ്ചപ്പാടോടുകൂടി എന്ത് ചെയ്യുന്നു? കമ്പാരിസൺ നടത്തുന്നു, കമ്പയർ ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, പർപ്പസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ എന്താ? പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നു. ഞാൻ ഷോർട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ, ഫുള്ളായിട്ട് നിങ്ങൾ ഇത് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നെയാണ്. അതെങ്ങനെയാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതായത് നേട്ടങ്ങള്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ നേട്ടങ്ങൾ വിലയിരുത്തും. ഈ അച്ചീവ്മെന്റ്സ് വിലയിരുത്തുന്നതിലൂടെ ബേസിക് ആയിട്ടുള്ള ഒരു വിവരങ്ങൾ നേടേണ്ടത് നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് തന്നെ അതിനാല് നമ്മുടെ ഭാവിയില് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ അത് ആസൂത്രണം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു? ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നു. അതാണ് ഒന്നാമത്തെ പർപ്പസ്. ഇനി രണ്ടാമത്തെ എന്താണ്? ഫോർ കമ്പാരിസൺ പർപ്പസ്, കമ്പയർ ചെയ്യാനായിട്ട്. എങ്ങനെ? സർവീസ് മെച്ചപ്പെടുത്തുക, അതാണ് നമ്മൾ ഇത് പറയുന്നത്. അതാണ് കാഴ്ചപ്പാട്, വ്യൂ, അതാണ് വ്യൂ. ഓക്കെ, കമ്പയറിംഗ് ടു ദ ഇംപ്രൂവിംഗ് ദ സർവീസ്. എങ്ങനെ? ഒരു കമ്പാരിസൺ പർപ്പസ് ആണ്. നമ്മുടെ സർവീസ് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ, സർവീസ് മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു കമ്പാരിസൺ പർപ്പസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നു. അടുത്ത നോക്കി, മൂന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കമ്പാരിസൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ പണ്ടത്തെ ഇപ്പോഴത്തെ ഒക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്യും, കമ്പാരിസൺ നടത്തി. അത് നമ്മൾ പണ്ടത്തെ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലിപ്പോ എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ, അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തിയിട്ടുള്ള സർവീസുകൾ നടത്താനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യും.
നടത്തുള്ളൂ. അതാണ് കമ്പാരിസൺ പർപ്പസ് എന്ന് പറയുന്നത്. പണ്ടുള്ളതുമായിട്ട് കമ്പയർ ചെയ്യും. ആ പണ്ടുള്ളതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് അപ്പൊ നമ്മൾ ഇപ്പോഴേ പണ്ടുള്ളതിന് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴെന്തെങ്കിലും നമ്മൾ ആ ചെയ്യണതിൽ കുറവുണ്ടോ, നമ്മൾ കൊടുക്കുന്ന സർവീസിൽ ക്വാളിറ്റിയിൽ വല്ല കുറവുണ്ടോ, എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സർവീസ് കൊടുക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ച് നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ് നോക്കും. മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളിൽ ഈ ഓഡിറ്റ് നടത്താം. അപ്പൊ നമുക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഡിറ്റിലൂടെ അറിയാൻ പറ്റും. അതുമൂലം ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതുപോലെ നമുക്ക് ഫ്യൂച്ചറിലെ ഭാവിയിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന കെയർ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. ഇതാണ് പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഫങ്ഷൻ. ഭാവിയിൽ നമ്മൾ കൊടുക്കുന്ന കെയർ എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഭാവിയിലെ കാര്യം നോക്കണേ. നമ്മുടെ നേട്ടങ്ങൾ അച്ചീവ്മെന്റ്സ് ഓൾറെഡി നമ്മൾ അത് വിലയിരുത്തണം. അപ്പൊ നമുക്ക് നേടിയ നേട്ടങ്ങൾ ഓൾറെഡി വിലയിരുത്തിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങള് ഈ നമുക്ക് നേടാൻ പറ്റും. ഈ ഓഡിറ്റിലൂടെ നമുക്ക് ബേസിക് ലൈന്, അതായത് നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ നേടാൻ കഴിയും. എന്നിട്ട് അതുപോലെ അപ്പൊ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഭാവിയിലേക്ക് അതുമൂലം നമ്മുടെ ഭാവിയിലേക്ക് കൊടുക്കാൻ പോകുന്ന കെയർ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? 2 പോയിന്റ് മനസ്സിലായില്ലേ പർപ്പസ്? ഓക്കെ. രണ്ടാമത്തേൽ എന്താ, ഒരു കമ്പാരിസൺ നടത്തും. കമ്പാരിസൺ നടത്തിയിട്ട് നമ്മളപ്പോ പറയാണ് പണ്ടത്തേനേക്കാളും ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ സർവീസ് അതിന്റെ ക്വാളിറ്റി കുറവാണെന്ന് എന്തെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് നടത്താൻ പറ്റും. കണ്ടോ, മെച്ചപ്പെട്ട സർവീസ് നടത്താനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ഉപയോഗിക്കുന്നു. 2 പോയിന്റ്സ് വരെ പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഇതൊന്ന് വായിച്ച് തന്നെ വെക്കണം കേട്ടോ. നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് 2 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ.